അതോടുകൂടി മനുഷ്യൻ്റെ പലായനം അവസാനിച്ചു. അവൻ ഒരിടത്ത് സ്ഥിരവാസം ആരംഭിച്ചു. തീ കണ്ടുപിടിച്ച മനുഷ്യനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. തീയുടെ കണ്ടുപിടുത്തം വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കി. മനുഷ്യർ ഒരു സ്ഥലത്ത് തന്നെ കാലങ്ങളോളം താമസിക്കാൻ തുടങ്ങി. ആ താമസത്തോടെ പ്രകൃതിയിലുള്ള പല മാറ്റങ്ങളും അവൻ ശരിക്കും നിരീക്ഷിക്കുന്നുണ്ട്. അവന് പലതും മനസ്സിലായി വരുന്നുണ്ട്. അവൻ തിന്ന പഴങ്ങളുടെ കുരുക്കള് നിലത്ത് വീണിട്ട് വീണ്ടും മരമായിട്ട് വളർന്നു വരുന്നുണ്ട്. അതിൽ പഴങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയ മനുഷ്യൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ധാന്യങ്ങളും ഈ കുരുക്കളും ഒക്കെ ശേഖരിച്ചിട്ട് അവൻ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ നട്ടു വളർത്താൻ തുടങ്ങി. അത് കാലങ്ങളോളം അങ്ങനെ ചെയ്തു. ഒരു സാമ്പ്രദായിക രീതിയിലേക്ക് ഈ കൃഷി എന്ന രൂപം മാറിയിട്ട് ഏതാണ്ട് 10,000 വർഷത്തോളമേ ആയിട്ടുള്ളൂ. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ ഗോതമ്പ്, ബാർലി, മില്ലറ്റുകൾ അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളാണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് പ്രാദേശികമായിട്ടുള്ള പല വ്യതിയാനങ്ങളും ഉണ്ട് കേട്ടോ. മിഡിൽ ഈസ്റ്റിലാണ് ഗോതമ്പും ബാർലിയൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നത്. ചൈനക്കാർക്ക് അരികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആഫ്രിക്കയിലാണ് മില്ലറ്റുകളൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുകയും അങ്ങനെ കൃഷിയിൽ ഏർപ്പെടുകയും ചെയ്തതോടുകൂടി മനുഷ്യ ചരിത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് അവരൊരു കൂട്ടമായി താമസിച്ചിരുന്നിടത്തുനിന്ന് അവർ കുടുംബങ്ങളായിട്ട് മാറാൻ തുടങ്ങിയത്. ഒരു കുടുംബം, ആ കുടുംബങ്ങളൊക്കെ ചേർന്ന ഒരു സമൂഹം, അതൊരു വില്ലേജായിട്ട്, ഒരു ഗ്രാമമായിട്ടൊക്കെ പിന്നീട് മാറുകയാണ്. അതോടുകൂടി മനുഷ്യ ചരിത്രത്തിലെ പുതിയൊരു നാഴികക്കല്ല് പിറക്കുകയാണ്. അതെ, ഒരു വിത്ത് ഒരു വലിയ മഹാസംസ്കാരത്തിന് തുടക്കം കുറിച്ചു. ഇനി ആ കഥ പറയാം.